ഡേയ്, ഇന്നത്തോടെ കള്ളനോട്ട് പ്രിന്റിംഗ് നിർത്തി. നിങ്ങൾക്കൊക്കെ വീട്ടിൽ പോവാം. പറഞ്ഞു വിടാ. ബോസ് ബോസ് ശേഷം സമ്മതിക്കില്ല. ഈ ഫാക്ടറിക്കാരനെ ബോസിന്റെ തന്നെ. പിന്നെ ശേഷം എന്തിനാടാ? അവന്റെ അടുത്തും പോയി പറ, ബോസ് ഇവിടെ ഉണ്ട്. ഹലോ ക്രാന്തി, നിന്റെ അച്ഛൻ എന്റെ അച്ഛനെ വിളിച്ച് വാർണിംഗ് കൊടുത്തിരിക്കുക. നിന്നെ പോലെ പണമുള്ളവരെ വല വീശി പിടിക്കുന്ന സ്വഭാവക്കാരല്ല ഞങ്ങൾ. ഇനി ഒരിക്കലും എന്നെ കാണരുത്, ഫോൺ ചെയ്യരുത്. ഹലോ ഹലോ ഹലോ. അവൻ എന്റെ മോനാ, ഞാൻ പറയുന്ന കേക്കും. പിന്നെ നിന്റെ മോളല്ലേ, അപ്പൊ നിന്റെ അവളെ അവൻ കല്യാണം കഴിക്കും. ക്രാന്തി നമ്മുടെ പ്രസ് പൂട്ടി ജോലിക്കാരെയൊക്കെ പറഞ്ഞയച്ചെന്ന്. എന്ത്? ക്രാന്തി ഇവിടെ വാ. എന്താടാ പ്രസ് പൂട്ടി എന്നൊക്കെ പറയുന്നു? സമ്പാദിച്ചതൊക്കെ മതി. ഡോക്ടർ അച്ഛനോട് ടെൻഷൻ പാടില്ലെന്നല്ലേ പറഞ്ഞത്? ആ വേണ്ടാത്ത പ്രസ് കാരണം എല്ലാ പ്രശ്നവും. ഓ അച്ഛ, ഇത് രണ്ടും പാടില്ലെന്ന് അച്ഛനോട് ഡോക്ടർ പറഞ്ഞല്ലേ? ഡാ സുബു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ എടുത്തുകളാ. ക്രാന്തി ഒരേ ഒരു പെഗല്ലേ കൊടുത്തത്? അതിലും ഭേദം തനിക്ക് കുറച്ച് വിഷം കൊടുക്കാറുന്നില്ലേ? തന്റെ മനസ്സിൽ പോതല്ലേ? അത് അങ്ങനെ പറയാതടാ. അമ്മായിയപ്പനാടാ അത്. അമ്മായിയപ്പനോ? ഓഹോ, അപ്പൊ അതിനു വേണ്ടിയായിരുന്നോ ആ വരലക്ഷ്മിയുടെ അച്ഛനെ വിളിച്ച് വാണിംഗ് കൊടുത്തത്? പ്രിയക്ക് തന്നെ ഇഷ്ടമായി, അതുകൊണ്ട് ഞങ്ങൾ അതങ്ങ് ഡിസൈഡ് ചെയ്തതാ. ഡിസൈഡ് ചെയ്തത് നിങ്ങളാ. ഡിസൈഡ് ചെയ്യണ്ട. പ്രിയേക്കാൾ മുമ്പ് വരലക്ഷ്മി ഞാൻ ഡിസൈഡ് ചെയ്തതാ. നീ എന്ത് ഡിസൈഡ് ചെയ്യാൻ? അപ്പൊ ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പറയുന്നതിന് അവിടെ കൊണ്ടുകിട. ഇനി ഈ ടോപ്പിക് എങ്ങാനും പറഞ്ഞ പാവം ഫോൺ എടുത്ത് സംസാരിക്കടി. എടുക്കില്ല. ഹലോ, ഞാൻ ക്രാന്തിയാ. ക്രാന്തി. ഞാൻ പറയുന്ന കേട്ടോ. ഞാനിപ്പോ ലൈബ്രറിയില്ല. സിറ്റി ബസ് എന്നാ ലൈബ്രറി ആക്കിയത്? എന്റെ ജീവിതത്തിൽ പുതുതായിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്ന് മാത്രം മാറിയിട്ടില്ല, നിന്നോടുള്ള ഇഷ്ടം. അതെന്നിൽ നിന്ന് വേർപിരിക്കാൻ ആർക്കും ആവില്ല. നിന്റെ അച്ഛനുണ്ടായ അപമാനത്തിന് ഞാൻ നിന്റെ വീട്ടിൽ വന്ന് മാപ്പ് ചോദിക്കാൻ പോവാ. മനസ്സിലാക്കാം. ഐ ആം സോറി. 124. ഞാനും 124. നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി വരുമോ നീ? ക്രാന്തി, വരലക്ഷ്മി ആരൊക്കെ ബസ്സിൽ തട്ടിക്കൊണ്ടു വന്നു. ക്രാന്തി, നീ എന്താടാ വലിയ ഹീറോയോ? അവളെ മറന്നേക്ക്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. നീ ഇനി അവളെ വിട്ടാലും ഞാൻ പോവില്ല. ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു.
ഡേ പണി കഴിഞ്ഞോ? ശേഷോ 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 എന്തു പറ്റി മോനെ? ഇവന്റെ മോളുടെ കല്യാണത്തിന് വരലക്ഷ്മി തടസ്സമാണെന്ന് കരുതി അവളെ കൊല്ലാൻ ശ്രമിച്ചു. അണ്ണൻ അങ്ങനെ ചെയ്യേണ്ട കാര്യം? അത് അവനോട് തന്നെ ചോദിക്കേ. അവന്റെ ഫോൺ ചെക്ക് ചെയ്താൽ ഇവളെ കൊല്ലാൻ വേണ്ടി എത്ര കോൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിയും. എന്റെ ഇഷ്ടത്തിന് ആരെങ്കിലും എതിര് നിന്നാൽ അവൻ ആരായാലും തീർത്തിരിക്കും. അപ്പൊ നീ അച്ഛാ, അച്ഛാ, ഡേയ്, ടാബ്ലറ്റ്. അച്ഛാ, ടാബ്ലറ്റ് കഴിക്കച്ചാ. അച്ഛാ, അങ്ങോട്ട്. ഡാഡി, ക്രാന്തിയെ ഞാൻ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച സത്യമാണ്. അതിനിതാണോ ചെയ്യേണ്ടത്? നിങ്ങളുടെ മോളായിട്ട് ജനിച്ചതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. മമ്മ, നമുക്ക് എത്രയും പെട്ടെന്ന് ന്യൂയോർക്കിലേക്ക് പോകാം. വരലക്ഷ്മി, ഐ ആം സോറി. ദയവ് ചെയ്തെന്റെ ഡാഡിയോട് ക്ഷമിക്കണം. സോറി പ്രിയ, എനിക്ക് ഒരിക്കലും നിന്നെ വരലക്ഷ്മിയുടെ സ്ഥാനത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല. വരലക്ഷ്മി, നിനക്ക് ഭർത്താവാകാൻ കിട്ടിയത് നല്ലൊരു പുരുഷനെ. യു ആർ വെരി ലക്കി. അയ്യോ, അങ്ങനെ നിനക്കൊരു കോമ്പറ്റീഷൻ ഒഴിവായി, എനിക്കൊരു സ്ഥിരം തലവേദനയുമായി. മേഡവും പ്രിയയും അണ്ണനെ വിട്ട് പോയി. മോള് പോയെന്ന് പറഞ്ഞ് ഇങ്ങനെ കുടിക്കണോ? ആ ക്രാന്തി നിങ്ങളുടെ മുഴുവൻ ഇമേജ് നശിപ്പിച്ചണ്ണ. ആ PR പോലും ഒന്നും മിണ്ടുന്നില്ല. ഇനി എന്തിനാണ് നമ്മളിവിടെ നിൽക്കുന്നത്? പോവാണ്ണ, നമുക്ക് ഇവിടുന്ന് എവിടെയെങ്കിലും പോവാണ്ണ. ഞാനും അതാ തീരുമാനിച്ചിരിക്കുന്നത്. അച്ഛനും മോനും കൂടി എന്നെ യാതൊരു വാല്യൂ ഇല്ലാണ്ടാക്കിയില്ലേ. ആസ്തിയുടെ ഭാഗം ചോദിക്കണം. അതെ അണ്ണ. അച്ഛൻ മസാജിങ്ങില്ല, ആരെയും കയറ്റിവിടില്ല. പോടാ. അവൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് PR-നോട് സംസാരിക്കണം. എന്നോട് സംസാരിച്ചാ മതി. എനിക്കിത് PR-നോട് പറയേണ്ട വിഷയമാണെങ്കിലോ? അതൊക്കെ അങ്ങ് പണ്ട്. ഇപ്പൊ അച്ഛനും മോനും ഒന്നാ. എന്നോട് പറഞ്ഞാ മതി. എനിക്ക് പണം വേണം. എനിക്കെന്റെ അവകാശം വേണം. നിന്റെ ഈ മുഖം പോലെ തന്നെ ഈ പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. പോയിക്കോ. അല്ല, ഇതെന്താ ഗവൺമെന്റ് ജോബാണെന്ന് വിചാരിച്ചോ റിട്ടയർമെന്റ് ക്യാഷ് തരാൻ? ഈ ഉദ്യോഗം ഞങ്ങൾ രണ്ടും കൂടി ചേർന്ന് സമ്പാദിച്ചു. അങ്ങനെയാണെങ്കിൽ ശേഷമില്ലെങ്കിൽ PR ഇല്ലടാ. ഉണ്ടാവില്ലടാ. എന്റെ ഭാഗം എനിക്ക് കിട്ടണം. ശരി, എത്രയാ? 50%. 500 കോടി രൂപയും കിട്ടിയേ പറ്റൂ. 500 കോടി രൂപ പോയിട്ട് 1% പോലും നിനക്ക് എന്താ? അതെത്താൻ എത്ര നാൾ കഷ്ടപ്പെട്ടത്? ശേഷം നിന്റെ ഒക്കെ അടിമയാ. ചീട്ട് കളിക്കുമ്പോ ഒരു ജോക്കർ ആവശ്യമാണ്. എന്തായത്? അതെ, ക്രാന്തി അണ്ണനും ശേഷങ്ങളും കൂടെ അവിടെ അടി കൂടിക്കൊണ്ടിരിക്കുക. എന്റെ മോനെ അടിക്കാനാണോ നീ? അതോ മറ്റുള്ളവരെ പോലെ ഇവൻ നിന്റെ ജോലിക്കാരാണെന്ന് വിചാരിച്ചോ? എന്റെ മോനാടാ അവൻ. ഇവൻ നിന്റെ മകനാണെന്നാണോ പറയുന്നത്? മര്യാദയായിട്ട് പെരുമാറാൻ പോലും അറിയില്ല അവന്. അതേച്ചാ, ഇവൻ എന്താ പറഞ്ഞെന്നറിയോ? ഇവനില്ലെങ്കിൽ PR ഇല്ലെന്ന്, ആസ്തിയുടെ പകുതി വേണമെന്ന്. അത് സത്യം. ഞാനില്ലെങ്കിൽ PR ഇല്ല, അറിയോ? PR വെറും ജോക്കറാ. എന്താടാ നീ പറഞ്ഞത്? വരലക്ഷ്മിയുടെ കാര്യത്തിൽ തന്നെ നിന്നെ ഞാൻ തീർക്കേണ്ടതാ. എന്റെ അച്ഛനെ ഓർത്തിട്ട് അന്ന് ഞാൻ നിന്നെ എന്ത് പറഞ്ഞതാ നീ? സ്വത്തില് ഷെയർ വേണമെന്നോടേ? എന്റെ സ്വത്ത്, സാമ്രാജ്യം എല്ലാം എന്റെ മകന് ഞാൻ എഴുതി കൊടുക്കും. നീ എന്റെ പാർട്ണറല്ല, എന്റെ ജോലിക്കാരനാ. എനിക്ക് എന്റെ മകൻ മാത്രം ഉണ്ടായാൽ മതി. ബാക്കിയെല്ലാം ഇല്ലെങ്കിൽ കൊന്നുകളയും. ഇറങ്ങി പോടാ. പോടാ. അച്ഛാ, അച്ഛാ, ആംബുലൻസ് വിളിക്ക്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായോ? ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി ഡോക്ടർ. അതിനുശേഷം എങ്ങനെ? സിറ്റുവേഷൻ ഈസ് വെരി ബാഡ്. ടാബ്ലറ്റ്സ് കൊണ്ട് റിക്കവർ ആവില്ല. ഓപ്പറേഷൻ കമ്പൽസറി. ലേറ്റ് ആയാൽ വെരി ഡേഞ്ചർ.